ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഒരു വീഡിയോയ്ക്ക് സബ് ടൈറ്റിൽ അല്ലെങ്കിൽ ക്യാപ്ഷൻ നൽകാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് മാനുവലി ചെയ്യുന്നതാണ് ആദ്യം പറയാൻ പോകുന്നത്. മാനുവലി ചെയ്യുന്നതിന് നിങ്ങൾ വീഡിയോ വലിച്ച് ഇവിടെ ഇടുക, ടൈം ലൈൻ ഇടുക. അതിനുശേഷം ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ട്രാക്ക് ആഡ് ചെയ്യുന്ന ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ട്രാക്സ് ആഡ് സബ് ടൈറ്റിൽ ട്രാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് സബ് ടൈറ്റിൽ ട്രാക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആയിട്ട് സബ് ടൈറ്റിലിൻ്റെ ഒരു ട്രാക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വലുതാക്കി വെക്കട്ടെ ഇങ്ങനെ. ഓക്കെ, ഇവിടെ സബ് ടൈറ്റിലിൻ്റെ ഒരു ട്രാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മുകളിലൂടെ എഫക്ട്സിൽ വന്നിട്ട് അവിടെ ടൈറ്റിൽ എടുക്കുക. ടൈറ്റിലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം എന്താണ് സബ് ടൈറ്റിൽ. സബ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ വരും സബ് ടൈറ്റിൽ. ആ സബ് ടൈറ്റിലിനെ വലിച്ച് ഈ ഒരു ട്രാക്കിലോട്ട് ഇടുക. ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വലിച്ചു വയ്ക്കാം. ഇവിടെ കൊണ്ട് വലിച്ചു വെച്ചു. ഞാൻ ഇവിടെ 2 ട്രാക്ക് കിടപ്പുണ്ട്. അതിൽ ഈ ഒരു ട്രാക്കിൽ ഞാൻ ഇവിടെ വലിച്ചു വെച്ചു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സബ് ടൈറ്റിൽ ട്രാക്ക്. ഇതിനകത്ത് ഇത് നോർമൽ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യില്ലേ, ആ ഒരു സെറ്റപ്പൊക്കെ തന്നെയാണ് ഇത് വർക്കാവുന്നത്. ഇതിൽ വേറൊരു ബെനിഫിറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് സബ് ടൈറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ ഈ സൈഡിൽ നമ്മുടെ ഇൻസ്പെക്ടറിലെ അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാപ്ഷൻ എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സബ് ടൈറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മൾ എന്താണോ പറയുന്നത് അത് ആ സമയത്ത് ഞാൻ ഇപ്പം ഹേ ഗായ്സ് എന്നുള്ളതാണെങ്കിൽ ഇപ്പം ഹേ ഗായ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് സബ് ടൈറ്റിലൊക്കെ സാധാരണ വരുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു കളറും കൂടി വരാറുണ്ടല്ലോ, ഒരു ബോർഡർ കണക്ക് ഒരു ബോക്സും കൂടി വരാറുണ്ട്. കാരണം ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, ഈ എഴുത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിപ്പോൾ ഇതൊരു വൈറ്റ് സ്ക്രീനിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ നീക്കട്ടെ, ഇവിടെ ഒരു വൈറ്റ് സ്ക്രീനിൽ കൊണ്ടുവന്ന് വെച്ചു. കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ വൈറ്റും ബ്ലാക്കും ഒക്കെ മിക്സ് ആയി വരും. ആ സമയത്ത് നമ്മൾ വൈറ്റ് ലെറ്റർ കൊടുത്താലും ബ്ലാക്ക് ലെറ്റർ കൊടുത്താലും നമുക്ക് ചിലപ്പോൾ അത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അതിനായിട്ട് ഇവിടെ ട്രാക്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സെക്ഷനിൽ ട്രാക്ക് അതിൽ ഞെക്കുക. അതിൽ ഞെക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ കളർ, അതായത് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും സൈസ് മാറ്റാനും സ്ട്രോക്കുകൾ കൊടുക്കാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാക്സിമം ഈ സ്ട്രോക്കും ഇതൊന്നും കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഡിസേബിൾ ആയി കിടക്കും. ഈ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് എനേബിൾ ആവും. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കത് എവിടെ പോയാലും ഇത് വായിക്കാൻ പറ്റും. അതിന് വൈറ്റിൽ വന്നാലും എന്തെങ്കിലും വന്നാലും ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് പറ്റും. കണ്ടോ? ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മാനുവലി ചെയ്യുന്ന എങ്ങനെയാണ്, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെ ഇതിൻ്റെ Ctrl+C അടിക്കുന്നു, എന്നിട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് Ctrl+V അടിച്ച് ഒരു കോപ്പി എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് അടുത്ത ടൈറ്റിൽ ഇവിടെ ക്യാപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടുത്ത എന്താണോ നമ്മൾ പറയുന്നത് അതിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ മൂവ് ചെയ്ത് അടുത്ത ക്യാപ്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയും ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇത് നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ ഇതിൻ്റെ സ്റ്റുഡിയോ വെർഷനിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അല്ല, ഇതിപ്പോൾ ഞാൻ ഫ്രീ വെർഷനിലാണ് കാണിക്കുന്നത്. ഫ്രീ വെർഷനിൽ നമുക്ക് സിമ്പിൾ ട്രിക്കുണ്ട്. നമുക്ക് യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി അത് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അതിനെ ആദ്യം ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. അതായത് പ്രൈവറ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ, ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അതിൽ ഏത് വീഡിയോയ്ക്കാണോ സബ് ടൈറ്റിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഷോ മോർ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് ഇവിടെ വീഡിയോ ലാംഗ്വേജ് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മലയാളമാണ് ലാംഗ്വേജ്, അതുകൊണ്ട് മലയാളം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒരുപാട് ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. ഞാനിവിടെ മലയാളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സേവ് വരാത്തത്. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ലാംഗ്വേജസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും ഈ സൈഡിലായിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ വരും. ഇതിൽ ഇവിടെ ആയിട്ട് ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം. കണ്ടല്ലോ? അതിൽ ക്ലിക്ക് ചെയ്യുക.
ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഈ വരുന്ന വിൻഡോയിൽ ഓട്ടോമാറ്റിക് സബ് ടൈറ്റിൽസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് നേരെ ഈ 3 കുത്ത് കണ്ടോ, ഈ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫോർമാറ്റുകളോട് കാണിക്കും. നമുക്ക് വേണ്ട ഫോർമാറ്റ് ഈ .srt എന്ന് പറയുന്ന ഫോർമാറ്റാണ്, ഈ നടുക്ക് കിടക്കുന്ന സാധനം. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആവും. എവിടെ ഡൗൺലോഡ് ചെയ്യണോ അവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. സേവ് കൊടുക്കുന്നു. അപ്പോൾ ഞാനതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് കളയുവാണ്. ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് മലയാളം സബ് ടൈറ്റിലാണ്. അതായത് നമ്മുടെ ഈ വീഡിയോയിൽ നിന്നും യൂട്യൂബ് നമുക്കൊരു സബ് ടൈറ്റിൽ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയത് മലയാളം സബ് ടൈറ്റിലാണ്. ആദ്യം നമുക്ക് മലയാളം ഇതിലെങ്ങനെ വെക്കാമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ വന്നിട്ട് നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയിൽ തന്നെ വരിക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത വീഡിയോ വലിച്ചിടുന്നേ ഉള്ളൂ. നിങ്ങളിവിടെ എഡിറ്റ് ചെയ്ത വീഡിയോയുടെ ടൈം ലൈനിലാണെങ്കിൽ അത് മതി. വീഡിയോയുടെ വലിച്ച് ടൈം ലൈനിലോട്ട് ഇട്ട ശേഷം നിങ്ങളുടെ ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് ഉണ്ടാവും. ഇമ്പോർട്ടിൽ സബ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണോ നേരത്തെ ക്യാപ്ഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ആ ഒരു ക്യാപ്ഷൻ്റെ ഫയൽ കണ്ടുപിടിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഇവിടെ ഓപ്പൺ ഞെക്കുക. ഓപ്പൺ ഞെക്കുമ്പോൾ നമ്മുടെ മീഡിയ പൂളിൽ ഈ ഒരു ക്യാപ്ഷൻസ് എന്നുള്ള ഈ ഒരു ഫയൽ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇത് ഇവിടെ നിന്ന് ഇതിനിങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഈ വീഡിയോയുടെ മുകളിൽ തുടക്കത്തിൽ കൊണ്ടുവയ്ക്കുക. അതിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ കൊണ്ടുവയ്ക്കുക. കണ്ടല്ലോ, ആ ക്യാപ്ഷനെ നമ്മൾ വലിച്ചുകൊണ്ട് വന്ന് ആ വീഡിയോയുടെ തുടക്കത്തിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ വായിക്കാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്, പുതിയൊരു എന്ന് വന്നു. ബാക്കി അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കുറച്ചുകൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 പ്രീസെറ്റുകൾ ഞാനിവിടെ ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈമിങ് കുറച്ചൊന്ന് മാറിക്കിടക്കുവാണ്. അത് നമുക്ക് ഇവിടുത്തെ ടൈം ലൈൻ ഒന്ന് വലുതാക്കി വെച്ചിട്ട് എവിടെ നിന്നാണോ നമ്മളെ വോയിസ് തുടങ്ങുന്നത് അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഇതിൻ്റെത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്യേണ്ട മെനക്കെട ഒന്നുമില്ല, സിമ്പിളായിട്ട് ഞാനിപ്പോൾ കാണിച്ച കണക്ക് നിങ്ങളൊന്ന് അലൈൻമെൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ മൊത്തത്തിൽ നിരക്കി ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ ഇത് മൊത്തം സെലക്ട് ആവും. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ആദ്യത്തെ ഫയലിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ലാസ്റ്റ് ഫയലൊന്ന് ക്ലിക്ക് ചെയ്താലും ഇതെല്ലാം ഒന്ന് സെലക്ട് ആവും. എന്നിട്ട് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാപ്ഷൻ എന്ന് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ട്രാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടല്ലോ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോണ്ടിൻ്റെ കളറും ഫോൺസ് ഏത് ഫോണ്ടാണെന്നും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് വൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. വൈറ്റ് ആണ് എപ്പോഴും ഇടുന്നത് നല്ലത് കേട്ടോ. നമ്മുടെ ക്യാപ്ഷന് വൈറ്റ് ആണ് നല്ലത്. കുറച്ച് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഡിസേബിൾ ആയി കിടപ്പുണ്ട്. ഇതങ്ങ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ യൂട്യൂബിലൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന രീതിയിലുള്ള ക്യാപ്ഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ, അതായത് ഒപ്പാസിറ്റി കുറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ചുറ്റും വരും. അപ്പോൾ നിങ്ങളുടെ ക്യാപ്ഷൻസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ 3 ഡോട്ട്സ് നോക്കിയിട്ട് റീസെറ്റ് ടു ഡിഫോൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അത് പോകും. ഇതിലൊന്നും കൂടി ഞാൻ ലോഡ് ചെയ്യാണ് അടുത്ത്. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാപ്ഷൻസിൻ്റെ ടൈമിങ് ചെറിയ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മളൊന്ന് ചെയ്തു കൊടുക്കുക. സിമ്പിളാണ്. അപ്പോൾ ക്യാപ്ഷൻ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ഏകദേശം ടൈമിങ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ചില കേസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നെങ്കിൽ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാപ്ഷൻ നമുക്ക് ഇംഗ്ലീഷിലാക്കണം. മലയാളം വീഡിയോ ആണ്, അതിൻ്റെ ക്യാപ്ഷൻ ഇംഗ്ലീഷിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാപ്ഷൻ്റെ ഫയലാണ് ഇത്. SRT എന്ന് പറയുന്ന ആ ഒരു ഫയൽ. ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ നോട്ട് പാഡ്, ഇത് നോട്ട് പാഡിലൊന്ന് ഓപ്പൺ കൊടുക്കുക. ഞാൻ ഇവിടെ നോട്ട് പാഡിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന്
ഒന്ന് എല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്യാണ്. കൺട്രോൾ A അടിച്ച് എല്ലാം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് കോപ്പി എടുക്കുന്നു. ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്രോമിലോട്ട് പോയിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് എടുക്കുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്. അവിടെ മലയാളം ആദ്യം സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ കോളത്തിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി അത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലും മാറ്റങ്ങൾ നമുക്ക് പിന്നീട് അവിടെ കൊണ്ടുവന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. ഇപ്പം അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇവിടെ ഒറ്റ സ്ക്രീൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. രണ്ടാമത്തെ സെക്ഷൻ്റെ ഇവിടെ താഴെ കണ്ടോ, ഈ ഒരു ആരോയിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ വരും. ഇത് 72 തൊട്ട് അടുത്ത ലൈൻ 72, 71, 74 അങ്ങനെ വന്നിട്ടുണ്ട്. തിരിച്ച് വെക്കുമ്പോൾ 1 തൊട്ട് 2 ഈ 72 വരെ ഉള്ളത് അവിടെ വന്നിട്ടുണ്ട്. ആദ്യം കണ്ടല്ലോ. ആദ്യം നമുക്ക് ഇതങ്ങ് കോപ്പി എടുക്കാം. ഇത് കോപ്പി എടുത്തിട്ട് നോട്ട് പാഡിലോട്ട് വരിക. ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കൺട്രോൾ V പ്രസ് ചെയ്യുക. ടൈമിംഗ് ഇവിടെ മുകളിലുണ്ട്. അത് മാറുമെന്ന് പേടിയുള്ളവർ നിങ്ങൾ ഓരോ വേർഡുകളായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ മൊത്തത്തിൽ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ 71 വരെ കോപ്പി ചെയ്തു. ഇനി നെക്സ്റ്റ് ഇത് ഇവിടെ കണ്ടോ, ഇവിടെ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സെക്ഷൻ വരും. അതൊന്ന് താഴെ സ്ക്രോൾ ചെയ്തിട്ട് അതും അങ്ങ് കോപ്പി എടുക്കുവാണ്. കോപ്പി എടുത്തതിന് ശേഷം വീണ്ടും നോട്ട് പാഡിൽ വന്ന് കൺട്രോൾ V പ്രസ് ചെയ്ത് അതും കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ വെറുതെ ഒന്ന് കൺട്രോൾ S അടിക്കുക. എന്നിട്ട് ഇതിനെ കളയുക. ഇനി നമ്മളുടെ ഫയലിലോട്ട് പോയിട്ട് ഇതാണ് ആ ഫയൽ. ഇതിലിപ്പോൾ ഇംഗ്ലീഷായി കൺവേർട്ട് ആയി കാണും. നമുക്കത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ഡാവിഞ്ചി റിസോൾവിൽ വരിക. നമ്മൾ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഈ ഒരു ക്യാപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ഇവിടെ കിടക്കുന്ന ഈ ഒരു സംഭവം എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഒന്നേന്ന് ഫയൽസിൽ, ഇമ്പോർട്ടിൽ, സബ് ടൈറ്റിൽസിൽ ഈ ഒരു ഫയൽ ചൂസ് ചെയ്യുന്നു. ഓപ്പൺ പ്രസ് ചെയ്യും. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് ടൈം ലൈനിൽ വിടുവാണ്. ടൈം ലൈനിൽ വിട്ടു. ഇതിവിടെ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഇത് ഇവിടെ ഡിസേബിൾ ആയി കിടക്കുവാണ്. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എനേബിൾ ചെയ്തു. ഇനി നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ആയോ എന്ന്. യെസ് ഗൈസ്, ഇവിടെ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. സിമ്പിളാണ്. നമ്മൾ അതേ മുമ്പ് ചെയ്ത പോലെ ഇവിടെ ഇത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആകുമ്പോൾ ഇവിടെ ട്രാക്കിൽ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. ഇത് കഴിഞ്ഞു. കണ്ടോ, എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് വന്നു. റീസെറ്റ് ടു ഡിഫോൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അത് പോകും. ഇതിലൊന്നും കൂടി ഞാൻ ലോഡ് ചെയ്യണം. അടുത്തത് നമുക്ക് വേറെ നോക്കാം. ഈ ഗ്രീൻ ബ്ലാക്ക് കണ്ടല്ലോ, സിമ്പിൾ പരിപാടിയാണ്. ഇത്ര പരിപാടിയുള്ളൂ. ഇനി നിങ്ങൾ ആസ് യൂഷ്വൽ എക്സ്പോർട്ട് ചെയ്യുന്ന കണക്കങ്ങ് വീഡിയോ എക്സ്പോർട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത്ര പരിപാടിയാണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ സാധാ ടെക്സ്റ്റിലൊക്കെ ചെയ്യുന്ന പോലെ സൂം ചെയ്ത് വെച്ചിട്ട് ഇവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിലും ഇവിടെ ക്യാപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ എന്തെങ്കിലും വേർഡുകളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിവിടെ വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഒരാൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു ക്യാപ്ഷൻ ആഡ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാമോ. ഈ ക്യാപ്ഷനാണോ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. പക്ഷേ ക്യാപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച സബ് ടൈറ്റിൽ ഈ ഒരു ക്യാപ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.